ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങളിതിൽ ട്രെൻഡ് പെർസെൻറ്റേജ് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ interpret the result of operations of a manufacturing company using trend ratios. അപ്പോൾ ട്രെൻഡ് റേഷ്യോസ് യൂസ് ചെയ്തിട്ട് ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ഓപ്പറേഷൻ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നോക്കാം, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 2016 to 2019 ഇയേഴ്സിലുള്ള വാല്യൂസ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 2016 to 2019. നോക്കുക, 4 വർഷത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ട്രെൻഡ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പെർട്ടിക്കുലർ കോളത്ത് തന്നിട്ടുള്ള വാല്യൂസ് നെറ്റ് സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കിട്ടുന്ന റിസൾട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ്, ദെൻ ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, റിസൾട്ട് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വാല്യൂസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ സെയിം ഫിഗർ തന്നെ നിങ്ങളുടെ ആൻസറിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക 2016, 2017, 2018 ആൻഡ് 2019. അപ്പോൾ എമൗണ്ട് ലാക്സിലുള്ള ഫിഗേഴ്സാണ്. അപ്പോൾ 5 zeros ഒഴിവാക്കിയിട്ടുള്ള വാല്യൂസാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ നെറ്റ് സെയിൽസ് 80 എന്ന് പറയുന്നത് 80 lakh ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സീറോസ് ഒഴിവാക്കിയിട്ടാണ് തന്നിട്ടുള്ളത് നിങ്ങളുടെ കാൽക്കുലേഷൻ ഈസി ആവാനായിട്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇവിടെ 2016 ആണ് സ്റ്റാർട്ടിംഗ് ഇയർ പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസ് ഇയർ ആക്കി എടുക്കുന്നത് ഏത് ഇയറിനെയാണ്? 2016നെയാണ്. അപ്പോൾ നമ്മൾ ഈ 2016ലുള്ള ഈ വാല്യൂസ് എല്ലാം എന്താണ്? 100% ആണ് ഈ വാല്യൂസ് എല്ലാം. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് 2017, 2018, 2019 വാല്യൂസിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജസ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനകത്തുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ സൊല്യൂഷനിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എക്സ്ട്രാ എന്ത് ചെയ്യുക, ഒരു പെർസെൻറ്റേജ് ട്രെൻഡ് പെർസെൻറ്റേജസ് കാണാനുള്ള ഒരു കോളം കൊടുക്കുക. എന്നിട്ട് നമുക്ക് ട്രെൻഡ് പെർസെൻറ്റേജസ് കാണാനുണ്ടാവുക 2017 to 2019 ആയിരിക്കും. 2016 ബേസ് ആക്കി എടുക്കുക, 16 കമ്പയർ ചെയ്തിട്ട് 2017 ട്രെൻഡ് കാണുക, 2018 ട്രെൻഡ് കാണുക, 2019 ട്രെൻഡ് കാണുക. എല്ലാത്തിൻ്റെയും ബേസ് എന്തായിരിക്കും? 2016 ആയിരിക്കും. നോക്കുക എങ്ങനെയാണ് വരുന്നതെന്ന്. ആൻസർ നോക്കുക, ഹെഡിങ് കൊടുക്കുക, കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പെർട്ടിക്കുലേഴ്സ് കോളം, ഒരു കോമൺ എമൗണ്ട് കോളം, ദെൻ ഒരു കോമൺ ട്രെൻഡ് പെർസെൻറ്റേജസ് കോളം. അതിൽ എമൗണ്ട് കോളത്തിൽ നിങ്ങൾക്ക് 2016 വാല്യൂസ്, 2017, 2018 ആൻഡ് 2019. ട്രെൻഡ് പെർസെൻറ്റേജസ് നിങ്ങൾക്ക് 2017, 2018, 2019 ഇയേഴ്സിലുള്ള ട്രെൻഡ് പെർസെൻറ്റേജസ് ആണ് കാണാനുണ്ടാവുക. 2016 ട്രെൻഡ് കാണാൻ കഴിയില്ല, കാരണം 2016 ആണ് ബേസ് ഇയർ. 2016 കാണണമെങ്കിൽ 2015 വാല്യൂ തരണമായിരുന്നു. ഓക്കെ, അപ്പോൾ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 2016 ആണ് ബേസ് ഇയർ. ബേസ് ഇയറിനെ കമ്പയർ ചെയ്ത് 2017, 2018, 2019 എത്രയാണ് ട്രെൻഡ് പെർസെൻറ്റേജ് എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം നെറ്റ് സെയിൽസ് എടുക്കുക. നെറ്റ് സെയിൽസ് 2016 തന്നിട്ടുള്ളത് 80 ആണ്. ആ 80 എന്ന് പറയുന്നത് നമ്മൾ 100% ആയിട്ട് എടുക്കുക. അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ബാക്കി ഇയേഴ്സിലുള്ള ട്രെൻഡ് പെർസെൻറ്റേജ് കാണേണ്ടത്. അപ്പോൾ 2017 ട്രെൻഡ് പെർസെൻറ്റേജ് നമ്മൾ കാണുന്നത്, ഇത് ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളതാണ്. ഓക്കെ, എത്രയാണ്? 2017 വാല്യൂ ഡിവൈഡഡ് ബൈ 2016 വാല്യൂ. ഈ 16 വാല്യൂ 100% ആണ്. ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണ്? അതായത് 2017 പെർസെൻറ്റേജ് എത്രയാണ്? 88% ആണ് 2017 വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് പറയുന്നത് 2018 100 ആണ് വാല്യൂ തന്നിട്ടുള്ളത്. നെറ്റ് സെയിൽസ് നമ്മുടെ ബേസ് ഇയറിലുള്ള വാല്യൂ എത്രയാണ്? 80 ആണ്. അപ്പോൾ ഇത് 100% ആണ് ഓൾറെഡി. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലാണ് 2018 വാല്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ട്രെൻഡ് പെർസെൻറ്റേജ് 100 എബോവ് ആയിരിക്കും കിട്ടുക.
അതായത് നമ്മുടെ ബേസ് ഇയറിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ നെക്സ്റ്റ് ഇയേഴ്സിലുള്ള വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് പെർസെൻറ്റേജ് എപ്പോഴും എന്തായിരിക്കും? എബോവ് 100% ആയിരിക്കും. കാരണം ബേസ് ഇയർ 100 ആണ്, ഓൾറെഡി 100 ആണ്. അപ്പം ബേസ് ഇയറിനേക്കാൾ കൂടുതൽ നെക്സ്റ്റ് ഇയേഴ്സിലെ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പെർസെൻറ്റേജ് എന്തായിരിക്കും? നമ്മൾക്ക് 100%-നേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്തു ഡിക്രീസ് ചെയ്തു എന്നല്ല, അവിടെ എന്താണ്, നമ്മുടെ ബേസ് ഇയറിനേക്കാൾ കൂടുതൽ നെക്സ്റ്റ് ഇയേഴ്സിലെ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ബേസ് ഇയർ ഓൾറെഡി 100% ആണ്. അപ്പം അതായത് ഇവിടെ 80 എന്ന് പറയുന്നത് ഓൾറെഡി 100% ആണ് നമ്മൾ പറഞ്ഞു, കാരണം ബേസ് ഇയറിലുള്ള വാല്യൂ ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ വന്നിട്ടുള്ള വാല്യൂ 100 ആണ്. അപ്പം എന്തായാലും എന്തായിരിക്കും? എബോവ് 100 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 2018 വാല്യൂ കിട്ടുന്നത്, പെർസെൻറ്റേജ് കിട്ടുന്നത് എത്രയായിരിക്കും? 125. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2019 വാല്യൂ നോക്കുക. ബേസ് 80 ആണ്. എത്രയായിരുന്നു വാല്യൂ വന്നിട്ടുള്ളത്? 120 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. അതാണ് 100 എബോവ് 150% വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുക്കുമ്പം നമ്മുടെ ബേസ് 60 ആണ്. ബേസ് 60 100% ആണ്. അപ്പോൾ 2017 വാല്യൂ കാണുമ്പം 55 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100, അതായത് 92% വരും. ദെൻ നെക്സ്റ്റ് നോക്കുമ്പോൾ 72 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100, അതായത് 120. ഇവിടെ നോക്കുക 120 എബോവ് 100% വരാനുള്ള കാരണം നമ്മുടെ ബേസ് 60 ആണ്, പക്ഷേ വാല്യൂ എത്ര വന്നിട്ടുണ്ട്? 72 വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുക, ഫസ്റ്റ് ഇയറിൽ നമ്മൾ 2017 കമ്പയർ ചെയ്തപ്പം ബേസ് 60 ആണ് 100%, അതിൻ്റെ താഴെയാണ് നെക്സ്റ്റ് ഫിഗർ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് 92 എന്ന പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ളത്, ബിലോ 100%. അപ്പം നിങ്ങൾ നോക്കുക, ബേസ് ഇയറിനേക്കാൾ കൂടുതലാണ് നെക്സ്റ്റ് ഇയറിലെ വാല്യൂ വരുന്നതെങ്കിൽ 100% എബോവ് ആയിരിക്കും പെർസെൻറ്റേജ് കിട്ടുക. ഓക്കെ, അത് നമുക്ക് ഇവിടെ പിന്നെ ഒരു ഐറ്റത്തിനെ അല്ല, ഒരു ഇയറിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ ബേസാക്കി 100 ആക്കി കാണുന്നത്. ഇപ്പം നെറ്റ് സെയിൽസിന് എല്ലാ ഇയറിലും കമ്പയർ ചെയ്യുമ്പോൾ ഈ 80 100% ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുക്കുമ്പം ഈ 60 100% ആണ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് 20 100% ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 10 100% ആണ്. ദെൻ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് 10 100% ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസിനെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്തുകൊണ്ടായിരിക്കും? ഈ പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 10 കൊണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്ന നെക്സ്റ്റ് ഇയേഴ്സിലുള്ള ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ ബേസ് ഇയറിലുള്ള 10 കൊണ്ടായിരിക്കും. അതേപോലെയാണ് നെക്സ്റ്റ് ഇയേഴ്സിലുള്ള വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ട്രെൻഡ് പെർസെൻറ്റേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ട്രെൻഡ് പെർസെൻറ്റേജസ് എന്ന ഹെഡിങ് കൊടുക്കുമ്പോൾ കൂടെ തന്നെ ബേസ് ഇയർ 2016 ആണ്, അത് 100 ആണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു 5 or 4 ഇയേഴ്സിലൊക്കെ ഉള്ള ഡാറ്റാസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജസ് കാണുന്നത്. അപ്പം ജസ്റ്റ് നമുക്കിതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എന്താണ് കൺക്ലൂഷൻ വരുന്നത് നോക്കാം, ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ മോള് തന്നിട്ടുള്ള വാല്യൂസ് നോക്കുക. 2017 എല്ലാ വാല്യൂസും കുറഞ്ഞതാണ്. 2016 കമ്പയർ ചെയ്യുമ്പം 2017 എല്ലാ വാല്യൂസും, കാരണം നെറ്റ് സെയിൽസ് 80 ഉണ്ടായിരുന്നു 70 കുറഞ്ഞു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 60 ഉണ്ടായിരുന്നു 55 കുറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാം നമുക്ക് എന്താണ് ബിലോ 100% ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കുക നെക്സ്റ്റ്. ഓൺ ദ അതർ ഹാൻഡ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഹാവ് ഓൾ ഇൻക്രീസ്ഡ് ഇൻ 2018 ആൻഡ് 2019 ആസ് കമ്പയർഡ് ടു 2017. 2017 കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ 2018 2019 എല്ലാ വാല്യൂസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് സെയിൽസ് 70 ആയിരുന്നു, അത് 100 ആയി. 2019 120 ആയി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 55 ഉള്ളത് 72, 80 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതാണ് നിങ്ങൾ ഈ ട്രെൻഡ് പെർസെൻറ്റേജസിലുള്ള മാറ്റം നോക്കുക. ഇൻക്രിമെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ട്രെൻഡ് പെർസെൻറ്റേജസിൽ വന്ന മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ ഇവിടെ പറയുന്നൊരു കാര്യം, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ശരിക്ക് 2019 200 വരുന്നുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് 200% ട്രെൻഡ് പറയുന്നുണ്ട് എന്ന് 2019. പക്ഷെ നിങ്ങൾ നോക്കുക 2019 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 150 ആയിട്ട്
കുറഞ്ഞു ശരിക്കും. അതായത് 200 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അത് 150 ആയി. അതിനുള്ള കാരണം എന്താണ്? അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ വന്ന ഇൻക്രിമെൻറ്റിനേക്കാൾ കൂടുതൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നിങ്ങൾ നോക്കുക, 2019 250 ആണ് പറയുന്നത് പെർസെൻറ്റേജ് ട്രെൻഡ്. അപ്പോൾ എന്താ, അപ്പം നമുക്ക് 2019 ഗ്രോസ് പ്രോഫിറ്റിനെ കമ്പയർ ചെയ്യുമ്പം 2019 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൻ്റെ ട്രെൻഡ് പെർസെൻറ്റേജ് എബോ ആണ്, ഗ്രോസ് പ്രോഫിറ്റിനേക്കാൾ എബോ ആണ് ട്രെൻഡ് പെർസെൻറ്റേജ് പറയുന്നത്. അതുകൊണ്ടാണ് ശരിക്കും എന്ത് വരുന്നത്, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്കിതിനെ നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ട്രെൻഡ് പെർസെൻറ്റേജ് കുറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് പറയുന്നത് ഹിയർ ഗ്രോസ് പ്രോഫിറ്റ് ഹാസ് ഇൻക്രീസ്ഡ് മച്ച്. എവിടെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഗ്രോസ് പ്രോഫിറ്റ് 2018 140 ഉള്ളത് 200 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ 2018 ദ ഇൻക്രീസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് മോർ ദാൻ ദ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആൻഡ് 2019 ദ റേറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ലിറ്റിൽ ലോവർ ആസ് കമ്പയർഡ് ടു 2018. 2018 കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുക. പക്ഷേ 2018 എന്താണ് സ്ഥിതി, 2018 140 ഉണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ട്രെൻഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തതാണ് 2018. അതെന്തുകൊണ്ടാണ് കാരണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ശരിക്ക് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അത്ര ട്രെൻഡ് പെർസെൻറ്റേജ് വരുന്നില്ല. പക്ഷേ 2019 സ്ഥിതി അങ്ങനെയല്ല. എന്താണ്, 2019 എന്താണ്, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ട്രെൻഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തതിനേക്കാൾ എന്ത് വന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ട്രെൻഡ് പെർസെൻറ്റേജ് ഇൻക്രിമെൻ്റ് ആണ് അവിടെ വരുന്നത്, കൂടുതലാണ്. ഓക്കെ, അതായത് ഗ്രോസ് പ്രോഫിറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൻ്റെ ട്രെൻഡ് എന്താണ്, കൂടുതൽ വന്നതുകൊണ്ടാണ് ശരിക്കും 2019 ഈ ഒരു നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയാനുള്ളൊരു കാരണം, ട്രെൻഡ് പെർസെൻറ്റേജ് കുറയാനുള്ളൊരു കാരണം. പക്ഷെ നേരെ മറിച്ച് 2018 നോക്കാം, 140 ആണ് ഗ്രോസ് പ്രോഫിറ്റ്, പക്ഷേ 160 നമുക്ക് 10% നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, ട്രെൻഡ് പെർസെൻറ്റേജ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിനേക്കാൾ താഴെയാണ് എന്ത് വരുന്നത്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പെർസെൻറ്റേജസിലുള്ള മാറ്റം വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കമ്പയറേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലൂടെ ട്രെൻഡ് പെർസെൻറ്റേജസ് കാണിക്കുന്നത്, ട്രെൻഡ് റേഷ്യോസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ജസ്റ്റ് ഇപ്പം ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ട്രെൻഡ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞു. ജസ്റ്റ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂട്ടിലിറ്റി എന്നുവെച്ചാൽ പറയുന്നത്, ഇവിടെ ഇറ്റ് ഈസ് എ സിമ്പിൾ ടെക്നിക്കാണ്. ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. കാരണം ഇങ്ങനെയുള്ള കുറച്ച് ഇയേഴ്സിലുള്ള വാല്യൂസ് എന്നാൽ ഒരു ഇയറിനെ ബേസ് ആക്കി എടുത്തിട്ട് ബാക്കിയുള്ള ഇയേഴ്സുമായിട്ട് എന്ത് ചെയ്താൽ മതി, ട്രെൻഡ് പെർസെൻറ്റേജ് കമ്പയർ ചെയ്തിട്ട് പെർസെൻറ്റേജ് കണ്ടാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ട്രെൻഡ് പിന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാനും എന്താണ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ശരിക്കും ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് നമുക്ക് പിന്നെ അബ്സല്യൂട്ട് ഫിഗേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെർസെൻറ്റേജ് കാണുന്നത്. കാരണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സല്യൂട്ട് ഫിഗേഴ്സ് തരുന്നുണ്ട്. ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോൾ നമുക്കെന്താ ശരിക്കും ഇതിൽ എററൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി, എത്രയാണ് അബ്സല്യൂട്ട് ഫിഗേഴ്സ് എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും എറേഴ്സിനെ പിന്നെ റെഡ്യൂസ് ചെയ്യാനും കഴിയും ഈ ട്രെൻഡ് അനാലിസിസിൽ. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അതിനെന്തായിരിക്കും, കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ചില ഇപ്പം നമ്മളെല്ലാം സെയിം പ്രാക്ടീസ് ആയിരിക്കും, സെയിം മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുന്ന കേസിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലുള്ള വാല്യൂസ് കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് ഇപ്പം റേഷ്യോസ് എന്ന് പറയുന്നത് എന്താണ്, അൺസയൻറ്റിഫിക് ആയിട്ട് മാറാം. കാരണം വാല്യൂസിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് പീരീഡ്സിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ് യൂസ് ചെയ്യുന്ന, മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊരു അനാലിസിസ് കമ്പാരിസൺ നമുക്ക് കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നത് ശരിക്കും നമ്മൾ ഫസ്റ്റ് ഇയറിന് ബേസ് ഇയറിന് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അല്ലാതെ ഈ ട്രെൻഡ് അനാലിസിസിൽ ഇന്നതാണ് നോർമൽ ബേസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് കഴിയില്ല. ഇപ്പം നമ്മൾ 2017 ഒക്കെ ബേസ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ശരിക്കും 2018 2019 നമ്മളുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്
ഇൻക്രിമെൻറ്റാണ് വരുന്നത് അല്ലേ. അതായത് ദാറ്റ് മീൻസ് ഒരു നല്ലൊരു ട്രെൻഡ് പെർസെൻറ്റേജസ് ആണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇയറിനെയാണ് നമ്മൾ ബേസ് ഇയർ ആക്കി എടുത്തത്. അപ്പോൾ അല്ലാതെ ഒരു നോർമൽ ബേസ് ഇയർ എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഓക്കെ, പിന്നെ പറയുന്നത് നമുക്കൊരു സിംഗിൾ ഐറ്റം തന്നിട്ടുണ്ട്. ഇപ്പോൾ 2016 വാല്യൂ മാത്രമാണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ട്രെൻഡ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അതിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിലുള്ള ഫിഗേഴ്സ് തന്നാൽ മാത്രമേ അവിടെ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രെൻഡ് പെർസെൻറ്റേജസ് കാണാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ട്രെൻഡ് അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ്റെയും അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസിൻ്റെയും നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയും നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.